പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയിൽ വിളങ്ങി ശോഭിച്ചിരുന്ന എളിമ എന്ന പുണ്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ പറയുന്നു, അവർ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവത്തിന് മറിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം എളിമയായിരുന്നു. എളിമ ഒരു ബലമാണ്. എളിമയുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ അമ്മത്രസ്യ പറഞ്ഞത്, ഈശോയെ കൈയെടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധം എളിമയാണെന്ന്. എളിമയില്ലെങ്കിൽ നാം അഹങ്കാരിയായിത്തീരുന്നു. എളിമയില്ലെങ്കിൽ അഹങ്കാരമുള്ളപ്പോൾ നാം എവിടെയൊക്കെ ജീവിച്ചാലും ആരുടെയൊക്കെ കൂടെ ജീവിച്ചാലും നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നതായിരിക്കും, വേദനാജനകമായിരിക്കും. എങ്ങനെയാണ് നാം അഹങ്കാരികളായിത്തീരുന്നത്? സമ്പത്ത്, അധികാരം, സ്വാധീനം, സൗന്ദര്യം. എനിക്ക് സമ്പത്തുണ്ടല്ലോ, എനിക്ക് എന്തുമാകാം. എനിക്ക് അധികാരമുണ്ടല്ലോ, എനിക്ക് എന്തുമാകാം. എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് എന്തുമാകാം. എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് എന്തുമാകാം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നാം അഹങ്കാരിയായിത്തീരുന്നു. ഈ അഹങ്കാരം എന്ന തിന്മയിൽ നിന്നും പുറത്തു വന്നാൽ മാത്രമേ, എളിമ എന്ന പുണ്യം സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നാം എളിമയുള്ളവരായി തീരേണ്ടത്? നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവരെ സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ടും നമുക്ക് എളിമയുള്ളവരാകാൻ സാധിക്കും. കുറെ കൂടെ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, കുറെ കൂടെ ആത്മീയതയിലേക്ക് ഇറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നാം മറ്റുള്ളവരെക്കാൾ താഴ്മയുള്ളവരായിരിക്കണം. മറ്റുള്ളവരെക്കാൾ താഴ്ന്നു പെരുമാറുമ്പോൾ നമുക്ക് വിട്ടുകൊടുക്കുവാനും തോറ്റുകൊടുക്കുവാനും ഒക്കെ മനസ്സുണ്ടാകും. അങ്ങനെ നമുക്ക് എളിമയുള്ളവരായിരിക്കാം, പരിശുദ്ധ മറിയത്തെ പോലെ ഭാഗ്യമുള്ളവരായിരിക്കാം. എളിമയെന്ന പുണ്യമുള്ളവർക്ക് മാത്രമേ ഹൃദയത്തിൽ ഈശോയെ സംഗ്രഹിക്കുവാനും ദൈവത്തെ ഏറ്റെടുക്കുവാനും സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്ക് എളിമയെന്ന ആ ഗുണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉദരത്തിൽ ഈശോയെ വഹിക്കുവാൻ സാധിച്ചത്. ഇന്ന് നമുക്ക് എളിമയെന്ന പുണ്യത്തെ സ്വായത്തമാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലും ഈശോയെ സ്വീകരിക്കാം. വിശുദ്ധ ബെർണാഡ് പറയുന്നു, എളിമയെന്ന പുണ്യം മറ്റെല്ലാ പുണ്യങ്ങളുടെയും വിളനിലവും അടിസ്ഥാന ശിലയുമാണ്. എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നാലും എളിമയെന്ന പുണ്യം ഇല്ല എങ്കിൽ മറ്റെല്ലാ പുണ്യങ്ങളും നിഷ്ഫലമാണ്. അതുകൊണ്ട് എളിമയെന്ന പുണ്യത്തിനു വേണ്ടി നമുക്ക് ശക്തമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എളിമയുള്ളവരിൽ കാണുന്ന 6 ഗുണങ്ങൾ. ഒന്നാമതായി, അവനോട് തന്നെ ഒരു വിനീത അഭിപ്രായം ഉണ്ടായിരിക്കും. രണ്ടാമതായി, അവൻ സ്വർഗീയ ദാനങ്ങൾ മറച്ചു വയ്ക്കുന്നു. മൂന്നാമതായി, എത്ര പുകഴ്ത്തിയാലും ആ പുകഴ്ച അവൻ നിഷേധിക്കും. പുകഴ്ച ദൈവത്തിനുള്ളതാണ്. നാലാമതായി, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ പരിചരിക്കുന്നവരിൽ ശ്രദ്ധാലുവായിരിക്കും. അഞ്ചാമതായി, സ്വയം മാറി നിന്നുകൊണ്ട് അവസാനത്തെ സ്ഥാനം തിരഞ്ഞെടുക്കുന്നവനായിരിക്കും. ആറാമതായി, എത്ര നിന്ദിച്ചാലും ഒരു പരാതിയും കൂടാതെ ആ നിന്ദനം വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവരായിരിക്കും. പരിശുദ്ധ അമ്മയിൽ ഈ 6 ഗുണങ്ങളും വിളങ്ങി നിന്നിരുന്നു. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന ഈ 6 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കിക്കൊണ്ട് നമുക്ക് എളിമയുള്ളവരാകാം, ഭാഗ്യമുള്ളവരാകാം. പരിശുദ്ധ അമ്മയെ പോലെ സ്തുതിയായിരിക്കട്ടെ.